തൃശൂർ നഗരം പുലികളാൽ മേളിതമാണ്. പൂരനഗരിയിലാസ്വാദകരെ മുഴുവൻ ആവേശത്തിലാക്കിക്കൊണ്ട് 9 ദേശങ്ങളിൽ നിന്നായി ഏതാണ്ട് 500ഓളം 400ലധികം പുലികളുണ്ട്. ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഓരോ മുക്കിലെയും അതിൻ്റെ കളറൊക്കെ വൈബായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായി ഞങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. കൈരളി ന്യൂസ് സമഗ്ര കവറേജുമായാണ് നീങ്ങുന്നത്. ആദ്യം നമുക്ക് മനുവിലേക്ക് പോകാം. മനു, എങ്ങനെയാണ് പുലിക്കളി പുരോഗമിക്കുന്നത്? അജിംഷാദെ, ഗംഭീരമായിട്ട് പുലികളി പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ, അത്ര രസകരമാണ്. അക്ഷരാർത്ഥത്തിൽ അടിവച്ച് നീങ്ങുന്ന പുലികളുടെ കീഴിൽ ഈ നഗരം പുലികളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാം. അത്ര രസകരമാണ്. ഞങ്ങൾ നായ്ക്കനാൽ ദേശത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിവിധ ആളുകൾ പല ദേശങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമായി നീങ്ങുന്ന 7 വർഷങ്ങൾക്ക് ശേഷമാണ് നായ്ക്കനാൽ ഈ പുലികളിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. ആ മടങ്ങി വരവ് അവർ ഗംഭീരമാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുപോലെ തന്നെ ഓരോ ദേശങ്ങളും അവരുടെ പുലികളിയെ അതിഗംഭീരമാക്കുന്നു. അജിംഷാദ്, ഇപ്പോൾ ഇവിടെ മുറുകിയ താളത്തിന്റെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഒറ്റ ഇരട്ട മുറുക്കം, അത് മൂന്നുമാണ് താളം. ആ താളം മുറുകിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും ആ താളം മുറുകിയതിനനുസരിച്ച് ആടിപ്പാടുന്ന പുലിക്കൂട്ടങ്ങളെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടു. അത്ര മനോഹരമാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. വീണ്ടും താളത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, താളത്തിന്റെ ഒറ്റയിലേക്ക് കിടക്കുന്നു, അത് വീണ്ടും ഇരട്ടയിലേക്ക് വരും, പിന്നെ മുറുകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അത് ഏറ്റവും മനോഹരമായി തന്നെ ഇവിടെ ഇവർ കാണിച്ചു തരുന്നത്. നമുക്ക് 7 വർഷത്തെ വരവ് കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് തന്നെ നായ്ക്കനാൽ ദേശത്തിന്റെ ഓരോ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ മൊത്തത്തിലൊരു വൈബാണ് കേട്ടോ ഈ നായ്ക്കനാൽ ദേശം എന്ന് പറയുന്നത്. പൂക്കളം കളറുള്ള ഇട്ടുകൊണ്ട് നിൽക്കുന്നു, ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നു. പക്ഷെ വലിയ പാടാണ് ആളുകളെ നിയന്ത്രിക്കാനൊക്കെ. കാരണം ഈ വടമൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ ആൾക്കൂട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രമാത്രം മനോഹരമാണ്. റൗണ്ടിന്റെ ഓരോ ഭാഗവും 9 ദേശങ്ങളും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അത്രമാത്രം അടിവച്ച് ഇങ്ങനെ ഈ പുലികൾ കടന്നു വരുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ ഇപ്പോൾ അഫ്സൽ നമുക്ക് വേണ്ടി പകർത്തി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആകാശ ദൃശ്യങ്ങളടക്കം അത് ഏറ്റവും മനോഹരമായി ചെയ്യുകയുണ്ട്. ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് സുന്ദരമാണ്. അജിംഷാദ്, ഇനി കാത്തിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സന്ധ്യമായി ഇതിന്റെ ഒരു രസം, നമ്മുടെ ഈ പുലികളുടെ ഫ്ലൂറസെന്റ് കളറുകളൊക്കെ അങ്ങ് തിളങ്ങും. പുലികളുടെ കണ്ണ് അതൊക്കെ കാണുന്നു പറയുന്നത് അസാധ്യമായ വൈബ് തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ ഈ ഫ്ലോട്ടുകളിലെയൊക്കെ ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഇരുളിൽ കാണുമ്പോൾ, സന്ധ്യ മയങ്ങുമ്പോൾ മനോഹരമായ കാഴ്ച തന്നെയായിരിക്കും. തൃശ്ശൂരിനെ അലങ്കരിച്ച് നിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഒരു മാല കെട്ടിയതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൃശ്ശൂരിനെ ഇങ്ങനെ നഗരത്തെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതാണല്ലോ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാല കെട്ടിയതുപോലെ ആ ദൃശ്യങ്ങൾ പുലികൾ കടന്നു പോകുന്നത് കാണാൻ കഴിയും. അത്രമാത്രം ഭംഗിയിൽ അടിവെച്ച് നിൽക്കുന്നു. നമ്മളിപ്പോൾ മെല്ലെ നായ്ക്കനാലിന്റെ പുലി സംഘം, നായ്ക്കനാൽ ദേശം ഇങ്ങനെ കടന്നു പോകുന്നു, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ അടുത്ത ദേശക്കാർ ഇങ്ങനെ കടന്നു വരുന്നു. ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ്. ഒരിടത്ത് പെട്ടാൽ പെട്ടതാണ്. കാരണം അതിനിടയിൽ നിന്ന് ആളുകളെ വകഞ്ഞു മാറ്റി അപ്പുറങ്ങളിലേക്ക് കടന്നു പോവുക എന്നത്. തീർച്ചയായും മനു, ഈ പേര് പുലിക്കളി എന്നാണെങ്കിലും സിംഹത്തിൻ്റെയും കരിമ്പുലിയുടെയും നീലപ്പുലിയുടെയും വരയൻപുലി അഥവാ കടുവയുടെയും ഒക്കെ ചിത്രങ്ങൾ ദേഹത്താലേഖനം ചെയ്താണ് അവർ ആടി മറിയുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പല കളറിലുള്ള പുലികൾ, പച്ച കളറിലുള്ള പുലിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് അതിന്റെ വേറെ രസം എന്ന് പറയുന്നത്. ഇപ്പോൾ അജിംഷാദ് പറഞ്ഞതുപോലെ പച്ചപ്പുലിയെ കണ്ടിട്ടുണ്ട് നമ്മൾ ആരും ഇല്ലല്ലോ. പക്ഷേ ഇവിടെ വന്ന പച്ചപ്പുലിയെ കാണാൻ പറ്റും, ഒപ്പം തന്നെ വെള്ളപ്പുലിയെ കാണാൻ പറ്റും, അതുപോലെ തന്നെ സീബ്രനെ പോലിരിക്കുന്ന പുലിയെ കാണാൻ കഴിയും. ഇതൊക്കെ അതിന്റെ ഒരു രസമാണ് അജിംഷാദ്, അതിനൊരു ഭംഗിയാണ് അതൊക്കെ. തീർച്ചയായും വളരെ വളരെ വലിയൊരു പുലിയെ മൈസൂരിലെ വെള്ളപ്പുലിയോട് ചേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു പുലി വലിയ സൈസിലുള്ള ഒരു പുലി, അവൻ ആ പുലിക്കൂട്ടത്തിലെ താരമാണ് കേട്ടോ. അതെ. കഴിഞ്ഞ കുറെ സമയമായി പുള്ളി ക്യാമറ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഒരു നമുക്ക് പുള്ളിയെ പറയാം, അത്രമാത്രം ഉണ്ട് പുള്ളി. അതുപോലെ തന്നെ വേറൊരു പുലിച്ചേട്ടനും അപ്പുറം നിൽക്കുന്നുണ്ട്. വെള്ള കളറുള്ള ഒരു പുലിച്ചേട്ടനെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ മനോഹരമായ വമ്പൻ പുലികൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ട ദേശങ്ങളിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെ കണ്ട ദേശങ്ങളിൽ ഇത്രയും വലിയ പുലികളെ അധികം കണ്ടില്ല. ഇവരുടെ കൂട്ടത്തിലായിരുന്നു അതങ്ങനെ കണ്ടത്. അവരിങ്ങനെ കുംഭകുലുക്കി പുലി മുഖമൊക്കെ ഇട്ടാട്ടി അരമണിയൊക്കെ, ആനച്ചന്തം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരു ഓണച്ചന്തം എന്ന് കൂടെ പറയാം, ഒരു പുലിച്ചന്തം എന്ന് നമുക്ക് പറയാം. പുതിയ വാക്കുകളൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ മലയാള ഭാഷയ്ക്ക്. കാരണം അത്രമാത്രം രസകരമാണ് അതിനെ വിവരിക്കാൻ, അത്രമാത്രം മനോഹരമാണ് ഈ കാഴ്ച.